Hi everyone, this is Rinsi from Groww Malayalam channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിനെ പറ്റിയാണ്. അതുപോലെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് PPF ന്ന് ഒരു കോടിയുടെ ഒരു കോർപ്പസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിക്കോസ് ഗ്രോ മലയാളം എന്ന നമ്മുടെ ചാനൽ നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ഓൺ ടൈമിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട്. സോ അതൊന്നും മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഗ്രോ മലയാളത്തിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടി ഫോളോ ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും ഫസ്റ്റ്. അതുപോലെ തന്നെ PPFന്റെ ബെനിഫിറ്റ്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PPFന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PPFന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ PPFൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എലിജിബിൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ PPFന്റെ വിഡ്രോവലിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. PPFൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ടാക്സ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ PPF എഗനസ്റ്റ് ലോണ്, അതുപോലെ തന്നെ കാൽക്കുലേഷൻസും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് PPF അക്കൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലർ ലോങ് ടേം സേവിംഗ് സ്കീമാണ്. അപ്പോൾ 1968 ഫിനാൻസ് മിനിസ്ട്രീസ് നാഷണൽ സേവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് PPF സ്കീം ലോഞ്ച് ചെയ്തത്. അപ്പം PPF എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ നമുക്കൊരു അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് ഒന്നും ഇൻകം ടാക്സിന്റെ അണ്ടറിൽ ടാക്സബിൾ അല്ല. ഇനി നമുക്ക് PPFന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അധികം റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് PPF എന്നുള്ളത്. അപ്പം ഇതൊരു ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീമാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് ലിങ്ക്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്യാപിറ്റലും സേഫ് ആണ്. പിന്നെ PPF നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഫിക്സഡ് ആണ്. മാത്രമല്ല ടാക്സ് ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് PPFന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ കറന്റ് PPFന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.1% ആണ്. സോ ഇവിടെ ഇൻട്രസ്റ്റ് ആനുവലി കോമ്പൗണ്ട് ആവുന്നുണ്ട്. അതായത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല. ഇനി നമുക്ക് PPFന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് PPFന്റെ ടെന്യൂർ നോക്കാം, അതായത് ഡ്യൂറേഷൻ. അപ്പം ഇവിടുത്തെ മിനിമം ടെന്യൂർ വരുന്നത് 15 വർഷമാണ്. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് 5 വർഷത്തെ ഓരോ ബ്ലോക്കിൽ നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് വൺ ഇവിടെ വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് ആണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 500 രൂപയാണ്. അതുപോലെ തന്നെ മാക്സിമം ലിമിറ്റ് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. അപ്പം ഇൻവെസ്റ്റ്മെന്റ് ഒന്നെങ്കിൽ നമുക്ക് ലംസമായിട്ട്, അതായത് അറ്റ് എ ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം 12 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്പണിംഗ് ബാലൻസിനെ പറ്റിയിട്ട് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒരു 100 രൂപയ്ക്ക് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു 15 വർഷത്തിൽ ഓരോ വർഷവും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മുടെ PPF അക്കൗണ്ടിൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഡിപ്പോസിറ്റ് ഫ്രീക്വൻസി വരുന്നത്. ഇനി അടുത്ത മോഡ് ഓഫ് ഡിപ്പോസിറ്റിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ PPF അക്കൗണ്ടിലേക്ക് ഒന്നുകിൽ നമുക്ക് ക്യാഷ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ ത്രൂ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നോമിനേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ PPF അക്കൗണ്ടിന് ഒരു നോമിനീനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നീടായിട്ട് നമുക്ക് നോമിനീനെ ഫിക്സ് ചെയ്യാം. അടുത്ത ജോയിന്റ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ PPF അക്കൗണ്ട് നമുക്കൊരു ഇൻഡിവിജ്വലിന്റെ പേരിൽ മാത്രമേ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ജോയിന്റ് നെയിംസിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അലൗഡ് അല്ല. ഇനി ഇവിടുത്തെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ PPF അക്കൗണ്ട് ഗവൺമെന്റ് ബാക്ക്ഡ് സ്കീമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടീഡ് റിസ്ക് ഫ്രീ റിട്ടേൺസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റലും നമുക്ക് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് PPF അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എലിജിബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഏതൊരു ഇന്ത്യൻ സിറ്റിസനും PPF അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരാൾക്ക് ഒരു PPF അക്കൗണ്ടേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് മൈനറിന്റെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല. ഇനി NRIs അതുപോലെ തന്നെ HUFസിനൊന്നും നമുക്ക് PPF അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എലിജിബിൾ അല്ല. ഇനിയിപ്പോൾ അവരുടെ പേരിൽ ഒരു എക്സിസ്റ്റിംഗ് PPF അക്കൗണ്ട് ഉണ്ടെങ്കിൽ കംപ്ലീഷൻ ഡേറ്റ് വരെ അത് ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സിറ്റിസനെ പോലെ അവർക്ക് പിന്നീട് 5 വർഷത്തെ ബ്ലോക്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി PPFന്റെ വിഡ്രോവൽസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ, അതായത് 15 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മെച്യൂരിറ്റി എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ 15 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് അതിൽ നമ്മൾ അക്വയർ ചെയ്തേക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്.
ഇനിയിപ്പം 15 വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഒരു എമൗണ്ടിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പാർഷ്യലായിട്ട് നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ 6 വർഷം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പാർഷ്യൽ വിഡ്രോവൽ അലൗഡ് ആണ്, അതായത് 7th ഇയർ ഓൺവേർഡ്സ്. ഇപ്പം നമ്മൾ പ്രീമെച്വറി നമ്മുടെ അക്കൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ 4th ഇയർ എൻഡിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടിൻ്റെ മാക്സിമം നമുക്കൊരു 50% വരെ നമുക്കിവിടെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീടുള്ള വിഡ്രോവൽസ് ഓരോ ഫിനാൻഷ്യലിൽ ഒരു തവണയേ പറ്റുള്ളൂ. ഇനി PPF ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്സിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ PPF ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സംപ്റ്റ് അതായത് EEE കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 80C അണ്ടറിൽ PPF നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇവിടെ നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യണം, അതായത് PPF മാക്സിമം കോൺട്രിബ്യൂഷൻ ഒരു ഫിനാൻഷ്യൽ 1.5 ലക്ഷം രൂപ എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത എമൗണ്ട് അതുപോലെ തന്നെ ഇൻട്രസ്റ്റും ടാക്സ് എക്സംപ്റ്റ് ആണ്. പിന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് നമുക്ക് പ്രീമെച്വറി നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇനി ലോൺ എഗനസ്റ്റ് PPF നമുക്ക് നോക്കാം. അപ്പോൾ ബിറ്റ്വീൻ 3rd and 6th ഇയറിൽ PPF അക്കൗണ്ട് എഗനസ്റ്റ് നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ലോണിൻ്റെ മാക്സിമം ടെന്യൂർ അതായത് ഡ്യൂറേഷൻ എന്ന് 3 വർഷമാണ്, അതായത് 36 മാസം. അപ്പം നമ്മളിവിടെ ടോട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ടിൻ്റെ മാക്സിമം 25% മാത്രമേ നമുക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുത്ത ലോൺ നമ്മൾ ഫുള്ളി നമ്മൾ റീപേ ചെയ്തിട്ടുണ്ടെങ്കിൽ 6th ഇയറിന് മുമ്പായിട്ട് നമുക്ക് സെക്കൻഡ് ലോൺ എടുക്കാവുന്നതാണ്. സോ ഇപ്പം പറഞ്ഞ കാര്യം ഒരു എക്സാമ്പിൾ ത്രൂ നമ്മൾ പറയാം, അപ്പോൾ കാര്യം കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിപ്പോൾ PPF നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, എല്ലാ വർഷവും നിങ്ങൾ 1.5 ലക്ഷം രൂപ വെച്ചാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 25 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ വരുന്നത് 7.1% ആണ്. അങ്ങനെയെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ റിസീവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,08,15 രൂപയാണ്. സോ ഇവിടെ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ 37,50,000 രൂപയാണ്. അപ്പോൾ ഇവിടെ ജനറേറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ 65,58,015 രൂപയാണ്. അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് 1,03,08,015 രൂപ വരുന്നത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം, നമ്മുടെ PPF മിനിമം ടെന്യൂർ 15 വർഷമാണ്. അപ്പം ഈ ഒരു എക്സാമ്പിൾ 5 വർഷത്തെ ബ്ലോക്കിൽ 2 തവണയായിട്ട് ഈ ഒരു വ്യക്തി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് 10 വർഷം കൂടി. സോ 15 വർഷം മിനിമം ടെന്യൂർ പ്ലസ് 10 വർഷം എക്സ്റ്റെൻഡ് ചെയ്തത്. അങ്ങനെയാണ് ടോട്ടൽ ടെന്യൂർ ഇവിടെ 25 വർഷം വന്നത്. അപ്പം ഇതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് കാൽക്കുലേഷൻ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പേഴ്സണൽ ഫിനാൻസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ഏതെങ്കിലും ടോപ്പിക്സ് നമ്മുടെ ചാനലിലൂടെ അറിയണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. നമ്മളത് വരും ടോപ്പിക്സ്, അതായത് വരും ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഇനിയുള്ള പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.